ഒരേ ദേഹത്ത് രണ്ട് തലകളുള്ള ഒരാളുണ്ടായിരുന്നു. കാണുമ്പോൾ വിചിത്രമാണ്, പക്ഷെ അതിലും വിചിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് തലകളും സ്വഭാവത്തിലും ചിന്തയിലും എല്ലാം മുഴുവനും എതിരാണ്. രാവിലെ ഒരുത്തൻ എണീക്കും, മറ്റേ തല ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരാൾ ഡെയിലി പല്ല് തേക്കും, മറ്റവൻ വെള്ളം ചീറ്റിച്ച് പല്ല് തേപ്പും കുളിയും കഴിഞ്ഞെന്ന് പറയും. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുത്തന് ടീഷർട്ടാണ് ഇഷ്ടം, മറ്റവനാണെങ്കിലോ സാധാ ഷർട്ടുമാണ് ഇഷ്ടം. ഒരു വെടിക്ക് രണ്ട്, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? പുറത്തിറങ്ങിയാൽ അടുത്ത പ്രശ്നം, ഒരുത്തന് ഇടത്തോട്ട് പോകണം, മറ്റവനോ വലത്തോട്ട് പോകണം. ഫുഡ് ആണെങ്കിൽ ഒരാൾക്ക് വടാപ്പാവ് കഴിക്കും, മറ്റാൾ കോഫി കുടിക്കും. ഒരിക്കലും വടാപ്പാവ് കഴിച്ച് തലയ്ക്ക് ശ്വാസം മുട്ടി, പക്ഷെ അത് പുറത്തേക്ക് കാണിച്ചതോ മറ്റേ തലയിലൂടെയും. ഒരേ ശരീരം പക്ഷെ രണ്ട് ജീവിതങ്ങൾ പോലെ. ക്ലാസ് റൂമിൽ ഒരാൾ കുറിപ്പുകൾ എഴുതി ശ്രദ്ധിക്കും, മറ്റാൾ അവിടെ കിടന്ന് ഉറങ്ങും. ഡ്രോയിങ്, പാട്ട്, ഡാൻസ് ഒന്നിലും ഒരുപോലെ ചേരില്ല. അങ്ങനെയിരിക്കെ അടിയായി പിടിയായി വലിയ ഒരു മഴയുള്ള ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏത് വഴി പോകണമെന്ന് പറഞ്ഞ് റോഡിൽ വെച്ച് രണ്ടും കൂടെ അടിപിടിയായി. രണ്ടുപേരും അവരവരുടെ ഡയറക്ഷനിലേക്ക് ശക്തിയായി വലിച്ചു. അങ്ങനെ ശരീരം രണ്ടായി പിളർന്നു. ഹാവു, ഞാനായി മാറി എന്ന് സന്തോഷിച്ച് നടന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് ആകെ ഒറ്റപ്പെടൽ തുടങ്ങി. ഒരുത്തന്റെ ടീം ജയിച്ചപ്പോൾ പറഞ്ഞ് പുളകം കൊള്ളാൻ മറ്റാളില്ല, അടി ഉണ്ടാക്കാനും ചിരിക്കാനും കൂടെ ആരുമില്ല. അവസാനം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുത്തൻ പഴയ കൂട്ടുതലയുടെ ചിത്രം കണ്ണാടിയിൽ വരച്ചിട്ട് ആലോചിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഒറ്റപ്പെടലിന്റെ വേദന.